സോ ഹേ ഗൈസ്, നമ്മൾ കളിക്കുന്ന ഓരോ മാച്ചസിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും എന്നാണല്ലോ. ഒന്നെങ്കിൽ അത് എനിമി നമ്മൾക്ക് പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിക്കും. ഇന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമുണ്ട്. അതായത് ഞാൻ കളിച്ച ഒരു മാച്ചിനകത്താണെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു 16 പേരാണ് ഇനി ബാക്കിയുള്ളത്. അതായത് ടോപ്പ് 20 ഒക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ 2 പേരടങ്ങുന്ന ഒരു സ്ക്വാഡ് പുറത്ത് നിന്ന് നമ്മുടെ സോണിൽ നിൽക്കുന്ന നമ്മുടെ ടീമിനെ അടിക്കുന്നത്. അപ്പോൾ ഇവരുടെ പൊസിഷൻ എനിക്ക് കറക്റ്റ് കിട്ടി. അതായത് ഒരുത്തൻ ആ ഷാക്കിൻ്റെ അവിടെയുള്ള പാറയുടെ ബാക്കിൽ, ഒരുത്തനാണെങ്കിൽ സൈഡിൽ കൂടെ ഇറങ്ങി ഓടുന്നത് കണ്ടു. സോ അതിനകത്താണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരുത്തൻ നമ്മുടെ 4 നമ്പറിനെ അടിച്ച് നോക്കിട്ട് അവൻ ആ കില്ല് ചത്താൽ എങ്ങനെയെങ്കിലും അവൻ അതാണ് അർജന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് ഫിനിഷ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ആണെങ്കിൽ ഇവൻ്റെ ടീമേറ്റ് തന്നെ ഓടി സോണിൽ കയറാൻ ശ്രമിക്കുന്നു. സോ പലവിധ ആൾക്കാരാണ് സോൺ സിങ്കാവുന്ന സമയത്ത്. സോ ഇവൻ ചത്താലും പാറയുടെ മൂട്ടിൽ നിന്ന് ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിരുന്ന് 4 നമ്പർ പെട്ടിയായ സമയത്ത് ഇവൻ പാറയുടെ പുറകിൽ നിന്ന് ഇറങ്ങി. സോ അവ ഹീൽ ചെയ്തുകൊണ്ട് വരുന്നു. ഞാൻ ഇത് കണ്ടപാടെ ഞാൻ അത് ഞെക്കി ആ ഒരു കില്ല് അത് വെറുതെ കളയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതെടുത്ത് കില്ലാക്കി. സോ ഇതിനകത്ത് പഠിക്കുക ഇത്രേ ഉള്ളൂ. സോൺ സ്ട്രിങ്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സോണിൽ കയറുക എന്നുള്ളതായിരിക്കണം മൈൻഡ്. ദയവ് ഇത് അതിൻ്റെ ഇടയ്ക്ക് കില്ലോ ഫൈറ്റോ എടുക്കാനൊന്നും പോകരുത്. തേർഡ് പാർട്ടി എടുക്കുകയേ ചെയ്യരുത്. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി ദിവസം വരുന്നതായിരിക്കും.